ലാൻഡ്സ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം. ദിണ്ടിഗലിൽ SIT മണി എന്ന ആളെ ചോദ്യം ചെയ്തു. മണിയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ്. ഡി മണി താനല്ലെന്നും താൻ MS മണിയാണെന്നും ചോദ്യം ചെയ്യപ്പെട്ടയാൾ മാധ്യമങ്ങളോട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പേര് പരാമർശിക്കപ്പെട്ട ഡി മണി ഇയാൾ തന്നെയെന്ന് പ്രവാസി വ്യവസായി. മണിയോട് തിരുവനന്തപുരത്ത് നേരിട്ട് ഹാജരാകാൻ SITയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് 4 കോർപ്പറേഷനുകളിൽ UDF മേയർമാർ. കൊല്ലത്ത് AK ഹഫീസും, തൃശൂരിൽ നിജി ജസ്റ്റിനും, കൊച്ചിയിൽ VK മിനിമോളും, കണ്ണൂരിൽ P ഇന്ദിരയും. തിരുവനന്തപുരത്ത് മേയറായി BJPയുടെ VV രാജേഷ്. കോഴിക്കോട് മേയറായി LDFന്റെ O സദാശിവൻ. പാലായിൽ 21കാരി ദിയ പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷ. ഫസൽ വധക്കേസ് പ്രതി കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ അധ്യക്ഷൻ. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെ. മേയർ സ്ഥാനത്തെ ചൊല്ലി തൃശൂർ കോൺഗ്രസിൽ പോര്. പണം വാങ്ങി മേയർ പദവി വിറ്റെന്നും തന്നെ തഴഞ്ഞത് പണമില്ലാത്തതിന്റെ പേരിലെന്നും ലാലി ജെയിംസ്. ലാലിക്കെതിരെ അച്ചടക്ക നടപടിക്കൊരുങ്ങി DCC. നടപടിയെടുത്താൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴി തന്റെ കയ്യിലുണ്ടെന്ന് ലാലി. മേയർ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്തതായി ദൃശ്യങ്ങൾ. ചിത്രം പ്രചരിക്കുന്നത് ഫോട്ടോ വക്രീകരിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ. സോണിയ പോറ്റി ഫോട്ടോ വിവാദത്തിൽ പിണറായിയുടെ വില കുറഞ്ഞ ആരോപണമെന്ന് VD സതീശൻ. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാൻ നിയമപരിഷ്കരണവുമായി UAE. ലക്ഷ്യമിടുന്നത് ഓൺലൈൻ അപകടങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം. 2026 UAE കുടുംബവർഷമായി ആചരിക്കാനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയമനിർമ്മാണം. ശബരിമലയിൽ മണ്ഡലപൂജ നാളെ. സന്നിധാനം ഭക്തിസാന്ദ്രം. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുത് ആയിരങ്ങൾ. വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ ഇന്നും നാളെയും നിയന്ത്രണം. ബെബ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ക്രിസ്മസ് വാരത്തിൽ 132.62 കോടി രൂപയുടെ വിൽപ്പന നടന്നെന്ന് കണക്ക്. കഴിഞ്ഞ വർഷത്തേക്കാൾ 19% വർധനവ്. ഡിസംബർ 24 മാത്രം വിറ്റത് 114.45 കോടി രൂപയുടെ മദ്യം. വാർത്തകളിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡി മണിയെ ദിണ്ടിഗലിൽ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഇയാളോട് നേരിട്ട് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി. ഈ മാസം 30-ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്ന് മണി അറിയിച്ചു. പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡി മണി തന്നെയാണ് MS മണിയെന്നും SIT സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുള്ളതായി വിദേശി വ്യവസായി മൊഴി നൽകിയ ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. താൻ MS മണിയാണെന്ന് ഇയാൾ അറിയിച്ചെങ്കിലും പഞ്ചലോക വിഗ്രഹക്കടത്തിൽ ഉൾപ്പെട്ട ഡി മണി ഇയാൾ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വ്യവസായിക്ക് ഫോട്ടോ അയച്ചു നൽകിയായിരുന്നു സ്ഥിരീകരണം. ഇയാളോട് തിരുവനന്തപുരം ഈഞ്ചക്കിലെ SIT ക്യാമ്പ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 30-ാം തീയതി തിരുവനന്തപുരത്തെത്താമെന്ന് മണി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പ്രവാസി വ്യവസായി കൈമാറിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഡി മണിയിലേക്ക് SIT സംഘം എത്തിയത്. ഈ നമ്പർ തൻ്റെ സുഹൃത്തിൻ്റേതാണെന്ന ഇയാളുടെ വാദം ശരിയാണോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടില്ലെന്നായിരുന്നു മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. உங்கள் பேர் என்ன கேட்டாங்க ஃபஸ்ட்டு, அதுக்கப்புறம் என்ன பிஸ்னஸ் பண்ணுறாங்க கேட்டாங்க, IT கேட்டாங்க, ஒன்றுன்னா அது இன்கம் டேக்ஸ் மாதிரியே எல்லாம் கேட்டாங்க. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, ஃபுல் நேம் சுப்பிரமணியம் சொன்னேன். இல்லை கூப்பிடல. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി മണിയുടെ ഡിണ്ടിഗലിലെ വീട്ടിലും സ്ഥാപനത്തിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. മനുഷ്യക്കടത്തിന് പുറമെ ഇറീഡിയം തട്ടിപ്പിലും മണിക്കെതിരെ തമിഴ്നാട്ടിൽ കേസുകളുണ്ടെന്ന് SIT സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മണിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു നടത്തുന്ന ചോദ്യം ചെയ്യലിൽ മണിയുടെ പങ്കിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിൽ പിണറായി വിജയനും പോറ്റിയും ഒരുമിച്ച് പങ്കെടുത്തതായിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. 2020 നടന്ന ആംബുലൻസ് കൈമാറ്റ ചടങ്ങിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുറത്തുവന്ന വീഡിയോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആംബുലൻസ് കൈമാറ്റ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വീഡിയോയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ലെന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ AI ആരോപണം ശരിവെക്കുന്നതാണ്. പോറ്റിയുമായി സംസാരിക്കുന്നതിന്റെ പേരിൽ പ്രചരിച്ചത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എടുത്ത ചിത്രമാണ്. ഭീമ ഗ്രൂപ്പ് ശബരിമലയിലേക്ക് സ്പോൺസർ ചെയ്ത ആംബുലൻസ് ഉദ്ഘാടന പരിപാടിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ എന്നിവരുണ്ടെങ്കിലും പരിപാടിയുടെ പോസ്റ്ററിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരില്ല. സ്പോൺസർമാരുടെ ക്ഷണപ്രകാരമായിരുന്നു പോറ്റി എത്തിയത്. ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ചിത്രം പങ്കുവച്ച KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെതിരെ ചേവായൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും പോറ്റിയും ചേർന്നുള്ള ചിത്രം AI നിർമ്മിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യൻ ഇന്നലെ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയും പോറ്റിയും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന അടിക്കുറിപ്പോടെയാണ് ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഇതിലൊരു ഫോട്ടോ പിൻവലിച്ചു. ഫോട്ടോ പങ്കുവച്ചതിന് കലാപാഹ്വാനത്തിനാണ് ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുത്തത്. സമൂഹത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ഫോട്ടോ പങ്കുവച്ചെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് പോസ്റ്റ് ഇട്ടതെന്നും AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെന്നും സുബ്രഹ്മണ്യൻ ആരോപിച്ചു. ഒരു ഫോട്ടോ പിൻവലിച്ചത് കൂടുതൽ വ്യക്തതയുള്ള ഫോട്ടോ ഇടാനാണെന്നും സുബ്രഹ്മണ്യൻ വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതുചരിത്രം കുറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആദ്യ BJP മേയറായി VV രാജേഷ് ചുമതലയേറ്റു. കോർപ്പറേഷനിലെ 47ാമത്തെ മേയറായാണ് രാജേഷ് ചുമതലയേറ്റത്. BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി ആശാനാഥിനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് VV രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച VV രാജേഷ് മേയറായി ചുമതലയേറ്റപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് BJP. നേമം കൗൺസിലർ MR ഗോപനാണ് VV രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. VG ഗിരികുമാർ പിന്താങ്ങി. 51 വോട്ടുകൾ നേടിയാണ് VV രാജേഷ് മേയർ സ്ഥാനം കരസ്ഥമാക്കിയത്. നഗരവികസനത്തിനായി മറ്റ് കൗൺസിലർമാരോടൊപ്പം ചേർന്ന് ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം VV രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസനമെത്തുന്ന വികസിത 3 നഗരങ്ങൾ ഒന്നാക്കി മാറ്റുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ജയിച്ചു വരുന്ന 101 കൗൺസിലർമാർ ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് മുഴുവൻ ജനപ്രതിനിധികൾക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു കെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 50 BJP അംഗങ്ങളുടെയും കണ്ണമൂലയിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ വോട്ടുമാണ് VV രാജേഷിന് ലഭിച്ചത്. ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുത്ത G ആശാനാഥ് 50 വോട്ട് നേടി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നഗരസഭാ കവാടത്തിന് മുകളിൽ VV രാജേഷിന്റെയും G ആശാനാഥിന്റെയും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാനർ ഉയർത്തി പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തി. LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടുകൾ ലഭിച്ചു. UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടുകളാണ് ലഭിച്ചത്. ഒപ്പിട്ടതിലെ പിഴവ് മൂലം കോൺഗ്രസിന്റെ 2 വോട്ടുകൾ അസാധുവായി. ഡെപ്യൂട്ടി മേയറായി മത്സരിച്ച LDF സ്ഥാനാർത്ഥി രാഹി രവികുമാർ 28 വോട്ടും UDF സ്ഥാനാർത്ഥി മേരി പുഷ്പത്തിന് 19 വോട്ടും ലഭിച്ചു. കോർപ്പറേഷനിൽ നികുതി ഇനത്തിൽ ലഭിക്കാനുള്ള കിട്ടാക്കടം നേടിയെടുക്കാൻ പ്രഥമ പരിഗണന നൽകുമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. കോർപ്പറേഷന്റെ വരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കുവാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ BJP സംസ്ഥാന കാര്യാലയത്തിലെത്തിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സ്വീകരണം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
UDFിന്റെ VK മിനിമോൾ കൊച്ചി മേയറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു സ്വതന്ത്രന്റേതടക്കം 48 വോട്ടുകളാണ് മിനിമോൾ നേടിയത്. ദീപക് ജോയാണ് ഡെപ്യൂട്ടി മേയർ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി BJP ഭരണത്തിലെത്തി. 21 വോട്ടുകൾ നേടി അഡ്വക്കേറ്റ് PL ബാബുവാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് KPCC മാനദണ്ഡം പാലിച്ചില്ല എന്നാണ് പറഞ്ഞതെന്ന് ദീപ്തി മേരി വർഗീസ്. താൻ പറഞ്ഞതിനെ പരാതിയെന്നോ പരിഭവമെന്നോ വ്യാഖ്യാനിക്കരുതെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ ഒറ്റക്കെട്ടായി UDF ഭരണത്തിലേറുകയാണ്. ഇന്നത്തെ ദിവസം ജനങ്ങൾ തന്ന വിജയത്തിന്റെ ദിവസമാണെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ ചുമതലയേറ്റു. മേയർ തെരഞ്ഞെടുപ്പിൽ തടഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയ ലാലി ജെയിംസിന്റെ വോട്ട് കോൺഗ്രസിന് ലഭിച്ചു. 2 സ്വതന്ത്ര അംഗങ്ങളും കോൺഗ്രസിന് വോട്ട് രേഖപ്പെടുത്തിയതോടെ UDFിന് 35 വോട്ടുകൾ ലഭിച്ചു. ഡെപ്യൂട്ടി സ്ഥാനത്തേക്ക് K പ്രസാദിനെയും തെരഞ്ഞെടുത്തു. LDFിന് 13ഉം BJPക്ക് 8ഉമാണ് സീറ്റ് നില. ഗുരുതര ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് തൃശൂർ കോർപ്പറേഷന്റെ മേയർ തിരഞ്ഞെടുപ്പ് നടന്നത്. നിജി ജസ്റ്റിന്റെ മേയർ പദവി പണം കൊടുത്ത് വാങ്ങിയതെന്നാണ് കൗൺസിലർ ലാലി ജെയിംസ് ആരോപിക്കുന്നത്. തൃശൂരിൽ അട്ടിമറി നടന്നുവെന്നും തന്റെ കയ്യിൽ പണമില്ലാത്തതിനാലാണ് പദവി നഷ്ടമായതെന്നും നിജി ജസ്റ്റിന് മേയറാവാനുള്ള അർഹത ഇല്ലെന്നുമാണ് ലാലി ജെയിംസ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേര് 5 പേരാണ് ഇതിനു വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. ആ നിങ്ങൾ അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത്. പലപ്പോഴായി ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ആരോപണങ്ങളെ മറികടന്ന് നിജി ജസ്റ്റിൻ 35 വോട്ടുകൾ നേടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് ചരിത്ര വിജയമാണെന്നും തൃശൂരിലെ വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമത്തിനും ശ്രദ്ധ ചെലുത്തുമെന്നും നിജി ജസ്റ്റിൻ പറഞ്ഞു. എന്നാൽ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വോട്ടിന്റെ എണ്ണം 33 നിന്ന് വർദ്ധിച്ച് 35ആയി മാറിയിരിക്കുകയാണ്. അത് തന്നെ തെളിയിക്കുന്നത് ഇവിടെയുള്ള തൃശ്ശൂർക്കാരുടെ UDFിനോടുള്ള ആ ഒരു വിശ്വാസം, പ്രതീക്ഷ, അത് തന്നെയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ഡെപ്യൂട്ടി മേയറായി A പ്രസാദിനെയും തിരഞ്ഞെടുത്തു. ആരോപണങ്ങളിൽ ലാലിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം അറിയിച്ചു. അതേസമയം തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് ലാലി ജെയിംസ് മറുപടി നൽകി. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. ലാലി ജെയിംസിന്റെ ആരോപണം തമാശയായി കാണുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ആരോപണം അടിസ്ഥാനരഹിതമെന്നും മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസിന്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അച്ചടക്ക നടപടിയെക്കുറിച്ച് DCC പ്രസിഡന്റിനോട് ചോദിക്കണമെന്നും പരസ്യ പ്രതികരണം ഗൗരവത്തോടെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ O സദാശിവനും കണ്ണൂരിൽ P ഇന്ദിരയും മേയർമാരായി ചുമതലയേറ്റു. കോഴിക്കോട് മേയർ തെരഞ്ഞെടുപ്പിൽ 2 LDF വോട്ടുകൾ അസാധുവായി. തലശ്ശേരി നഗരസഭാ ചെയർമാനായി ഫസൽ വധക്കേസിലെ 8ാം പ്രതി കാരായി ചന്ദ്രശേഖരൻ ചുമതലയേറ്റു. മേയർമാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഇടപെട്ടില്ല എന്നതാണ് തനിക്കെതിരായ ഗുരുതരമായ ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിന് KPCCക്ക് ഒരു നടപടിക്രമം ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി UDFിലെ ഡോക്ടർ ഉദയ സുകുമാറിനെ തെരഞ്ഞെടുത്തു. 56 അംഗ കൗൺസിലിൽ 27 UDF അംഗങ്ങളുടെ വോട്ട് നേടി. തങ്കശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന കോൺഗ്രസ് അംഗമായ ഉദയ സുകുമാരൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കരുമാലിൽ സുകുമാരന്റെ ഭാര്യയാണ്. രാജ്യത്ത് തന്നെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നഗരസഭാ ചെയർപേഴ്സണാണ് P വിശ്വനാഥൻ. കൽപ്പറ്റ നഗരസഭയിലെ LDF പ്രതിനിധിയായ വിശ്വനാഥൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള തനിക്ക് വലിയ ഉത്തരവാദിത്വമാണ് ലഭിച്ചിരിക്കുന്നതെന്ന് വിശ്വനാഥൻ പ്രതികരിച്ചു. 2ാം തവണയും നഗരസഭയിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വനാഥനിത് ചരിത്ര നിമിഷമാണ്. രാജ്യത്തു തന്നെ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ എന്ന പദവി ഇനി വിശ്വനാഥന് സ്വന്തം. ജനറൽ സീറ്റായ എടകുന്നി 28ാം ഡിവിഷനിൽ നിന്നും 196 വോട്ടുകൾക്കാണ് ഇത്തവണ വിശ്വനാഥന്റെ വിജയം. നഗരസഭയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് വിശ്വനാഥൻ പ്രതികരിച്ചു. സൃഷ്ടിച്ചു പോയ ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അതിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിക്കും. നമുക്ക് ഈ പ്രായമായ ആളുകൾക്ക്, വയോജനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടും
അതുപോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്. ആദിവാസി ക്ഷേമസമിതി ജില്ലാ പ്രസിഡന്റ് കൂടിയായ വിശ്വനാഥൻ CPIM കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ജില്ലയിൽ LDFന് ഭരണം ലഭിച്ച ഏക നഗരസഭ കൂടിയാണ് കൽപ്പറ്റ. അമൃത ന്യൂസ്, വയനാട്. നഗരസഭകൾക്ക് ഇനി പുതിയ നേതൃത്വം. തർക്കങ്ങൾക്കും അനുനയങ്ങൾക്കുമെല്ലാം ഒടുവിലാണ് നഗരസഭകളിൽ പുതിയ ഭരണസമിതികൾ എത്തുന്നത്. കോട്ടയം നഗരസഭയുടെ 41ാമത് അധ്യക്ഷനായി UDFിലെ MP സന്തോഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി പാലാ നഗരസഭയിൽ ദിയ ബിനു പുളിക്കക്കണ്ടം അധികാരമേറ്റു. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമപരിഷ്കരണവുമായി UAE. ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതവും പ്രായത്തിനനുസരിച്ചുള്ളതുമായ ഡിജിറ്റൽ ഉള്ളടക്കത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ ഉൾക്കൊള്ളുന്നതാണ് നിയമം. 2026 UAEയിൽ കുടുംബവർഷമായി ആചരിക്കാനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും നിയമം ബാധകമാണ്. UAE കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി അധ്യക്ഷനായി ചൈൽഡ് ഡിജിറ്റൽ സുരക്ഷാ കൗൺസിൽ ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചു. കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയങ്ങൾ, നിയമനിർമ്മാണങ്ങൾ എന്നിവ നിർദ്ദേശിക്കുന്നതിനും രാജ്യവ്യാപകമായി അവബോധ ക്യാമ്പയിനുകൾ നടപ്പാക്കുന്നതിനും വേഗത്തിലുള്ള സാങ്കേതിക മാറ്റത്തിനിടയിൽ ഉയർന്നുവരുന്ന ഡിജിറ്റൽ അപകട സാധ്യതകൾ സംബന്ധിച്ച പഠനങ്ങൾ നടത്തുന്നതിനും കൗൺസിലിന് ഉത്തരവാദിത്വമുണ്ടാകും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കി തരം തിരിക്കും. അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ 13 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും പങ്കിടുന്നതിൽ നിന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ വിലക്കും. പ്രായം കണക്കാക്കി മാത്രം ഉപയോഗം സാധ്യമാകുന്ന രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സാങ്കേതിക മാറ്റം നടപ്പിലാക്കണം. ചൂതാട്ടം, വാതുവെപ്പ് എന്നിവ ഉൾപ്പെടുന്ന ഓൺലൈൻ വാണിജ്യ ഗെയിമുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ആക്സസ് ചെയ്യുന്നതിൽ നിന്നും അവയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നതിൽ നിന്നും കുട്ടികളെ വിലക്കുന്നതാണ് പുതിയ നിയമം. ഇന്റർനെറ്റ് സേവനദാതാക്കൾ ഉള്ളടക്കം ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സജീവമാക്കുകയും കുട്ടികളെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഉള്ളടക്കത്തിനെതിരെയുള്ള നയങ്ങൾ നടപ്പിലാക്കുകയും വേണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ ലഹരിക്കടത്തിനെതിരെ നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് വ്യാപാരം നിരോധിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിലാണ് ഇവരെ പിടികൂടിയത്. നിലവിൽ പുതിയ ലഹരി വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ കേസാണിതെന്ന് അധികൃതർ അറിയിച്ചു. നിയമമനുസരിച്ച് പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. പിടിയിലായവരിൽ നിന്ന് നിരോധിത ലഹരി മരുന്നുകളും അനുബന്ധ സാമഗ്രികളും കണ്ടെടുത്തിട്ടുണ്ട്. കുവൈറ്റിൽ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ബക്കാലകൾ, ജ്യൂസ് കടകൾ എന്നിവിടങ്ങളിൽ എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പനയും വിതരണവും നിരോധിച്ച ഉത്തരവ് വിവാദമാകുന്നു. കഫേ, ജ്യൂസ് കടകൾ മുതലായ ചെറുകിട കച്ചവട മേഖലയിലായിരിക്കും തീരുമാനം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ തീരുമാനം നടപ്പിലാകുന്നതോടെ ഈ മേഖല പൂർണ്ണമായും തകരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എങ്കിലും എനർജി ഡ്രിങ്കുകളിൽ അനധികൃതമായി ചേരുവകൾ ചേർത്ത് യുവാക്കൾക്ക് വിൽപ്പന നടത്തുന്ന ചില ജ്യൂസ് കട ഉടമകളുടെ പ്രവർത്തികളാണ് നിരോധനത്തിനും മേഖലയുടെ മൊത്തം പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്നതിനും കാരണമായതെന്നും ഇവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ നിയമലംഘനങ്ങൾ തടയാൻ മറ്റു പല മാർഗങ്ങളുണ്ടായിട്ടും വിൽപ്പന നിരോധനം ഏർപ്പെടുത്തിയത് തെറ്റായ തീരുമാനമാണെന്നാണ് ഇവർ പറയുന്നത്. രാജ്യത്തെ റെസ്റ്റോറൻറ്റുകളിലും ബക്കാലകളിലും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ എനർജി ഡ്രിങ്ക് വിൽപ്പന നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചത്. മക്കയിൽ മസ്ജിദുൽ ഹറാമിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് പതിച്ച തീർത്ഥാടകനെ നിലത്ത് വീഴുന്നത് തടയാൻ സ്വന്തം ശരീരം ഒരു കവചമാക്കി തടഞ്ഞു നിർത്തി വലിയ ആഘാതത്തിൽ നിന്ന് രക്ഷിച്ച സൗദി സുരക്ഷാ സൈനികനെ അഭിനന്ദിക്കുകയാണ് സൗദിയിലെ സോഷ്യൽ മീഡിയ. മസ്ജിദുൽ ഹറാമിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥനായ റയാൻ അൽ അസീരിയാണ് ഈ ധീരകൃത്യം ചെയ്തത്. വ്യാഴാഴ്ചയാണ് സംഭവം. പരിക്കേറ്റ വ്യക്തിയെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഇരു ഹറമുകളുടെയും മതകാര്യ വകുപ്പ് അധ്യക്ഷൻ പ്രതികരിച്ചു. ഇരു വിശുദ്ധ മസ്ജിദുകളിലും എത്തുന്ന സന്ദർശകർ അവിടുത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും ആ സ്ഥലത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നും ശരിയായ ഇസ്ലാമിക മര്യാദകൾ പാലിക്കണമെന്നും ആഹ്വാനം ചെയ്തു. കുവൈറ്റിൽ പ്രവാസികളുടെ താമസരേഖയുമായി ബന്ധപ്പെട്ട് 2 പുതിയ ഓൺലൈൻ സേവനങ്ങൾ കൂടി ആരംഭിച്ചു. സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിക്കെത്തുന്ന തൊഴിലാളികളുടെ താമസാനുമതി അനുവദിക്കൽ, ആർട്ടിക്കിൾ 18 വിസയിലുള്ള തൊഴിലാളികൾക്ക് താൽക്കാലിക താമസാനുമതി നൽകൽ മുതലായ സേവനങ്ങളാണ് ഓൺലൈൻ വഴി പുതുതായി ആരംഭിച്ചിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് വിഭാഗവും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി
അഫയേഴ്സുമായി ഏകോപിപ്പിച്ചുകൊണ്ടാണ് പുതിയ സേവനം നടപ്പിലാക്കുന്നത്. ഡിജിറ്റൽ പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും സർക്കാർ സേവന സംവിധാനം വികസിപ്പിക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നടപടി. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹോണ്ടയുടെ 2023-25 മോഡലിലുള്ള അക്കോർഡ് ഹൈബ്രിഡ് വാഹനങ്ങൾ വ്യാപകമായി തിരിച്ചു വിളിക്കുന്നതായി സൗദി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വാഹനത്തിന്റെ ഇന്റഗ്രേറ്റഡ് കൺട്രോൾ യൂണിറ്റിലെ പ്രോഗ്രാമിംഗ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ അടിയന്തര നടപടി. ഈ സാങ്കേതിക പിഴവ് മൂലം വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടമാവാൻ സാധ്യതയുണ്ടെന്നും ഇത് ഗുരുതരമായ അപകടങ്ങൾക്കും പരിക്കുകൾക്കും കാരണമായേക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. സൗദി അറേബ്യയിലുടനീളമുള്ള ഏകദേശം 2239 വാഹനങ്ങളെയാണ് ഈ തകരാർ ബാധിച്ചിരിക്കുന്നത്. യമനിലെ തടവുകാരെയും ബന്ദികളെയും കൈമാറുന്നതിനായി ഒപ്പുവെച്ച കരാറിനെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തു. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ചാണ് യമൻ സർക്കാരും ഹുതി ഗ്രൂപ്പും കരാർ ഒപ്പുവെച്ചത്. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനും പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുന്നതിനുമുള്ള അവസരമാണിതെന്ന് സൗദി അഭിപ്രായപ്പെട്ടു. ഡിസംബർ 1 മുതൽ 23 വരെ നടന്ന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനും സമവായ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ഒമാൻ നടത്തിയ ആത്മാർത്ഥമായ ഇടപെടലിനെയും ഉദാരമായ ശ്രമങ്ങളെയും അഭിനന്ദിക്കുന്നതായി സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. തങ്ക അങ്കി ചാർത്തി ശബരീശന് ദീപാരാധന നടന്നു. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനത്ത് എത്തിച്ച തങ്ക അങ്കിക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പാണ് നൽകിയത്. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് നാളെ സമാപനമാവും. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് ചാർത്തുന്നതിനുള്ള തങ്കയങ്കി 1973 നടക്കിവെച്ചത്. ചൊവ്വാഴ്ച ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. ഉച്ചയോടെ പമ്പയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. വൈകിട്ട് 5:20 ശരംകുത്തിയിലെത്തിയ ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകി. എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A ശ്രീനിവാസ്, ഫെസ്റ്റിവൽ കൺട്രോളർ ശാന്തകുമാർ എന്നിവരടങ്ങിയ സംഘം ശരംകുത്തിയിലെത്തി തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിച്ചു. 18ാം പടിക്ക് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങളായ K രാജു, PD സന്തോഷ് കുമാർ, ദേവസ്വം കമ്മീഷണർ B സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി. തുടർന്ന് സോപാനത്തിൽ വെച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും സഹശാന്തിമാരും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി. 6:40 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടന്നു. തുടർന്ന് ഭക്തർക്ക് തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ അവസരമൊരുക്കി. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ നാളെ രാവിലെ 10:10 11:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നടക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. നാളെ രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 41 ദിവസം നീണ്ടുനിന്ന ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. തുടർന്ന് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. അമൃത ന്യൂസ്, സന്നിധാനം. സംസ്ഥാനത്ത് ഇത്തവണ ക്രിസ്മസ് ആഘോഷത്തിനായി ബെപ്കോ വഴി വിറ്റത് 332 കോടി 62 ലക്ഷം കോടി രൂപയുടെ മദ്യം. ഡിസംബർ 22 മുതൽ ക്രിസ്മസ് ദിനം വരെയുള്ള കണക്ക് പ്രകാരമാണിത്. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ 279.54 കോടിയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചത്. 19% വർധനവാണ് മദ്യവിൽപ്പനയിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്മസ് തലേന്ന് മാത്രം വിറ്റത് 114.45 കോടിയുടെ മദ്യമാണ്. ഡിസംബർ 22-ന് 77.62 കോടി രൂപയുടെയും 23-ന് 81.56 കോടിയുടെയും ക്രിസ്മസ് ദിനത്തിൽ 59.21 കോടിയുടെയും മദ്യമാണ് വിറ്റഴിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷി വളർത്തൽ നിരോധിച്ചു. കള്ളിംഗ് നടപടികൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. ജില്ലയിൽ മാത്രം 19,000-ഓളം വളർത്തുപക്ഷികളെയാണ് കൊന്നൊടുക്കുന്നത്.
പക്ഷിപ്പനി ബാധിത മേഖലകളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കള്ളിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. രോഗബാധിത മേഖലകളിലെ കോഴിയും താറാവും ഉൾപ്പെടെ 19,000-ഓളം വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട തകഴി, അമ്പലപ്പുഴ സൗത്ത്, ചെറുതന, കാർത്തികപ്പള്ളി, കരുവാറ്റ, നെടുമുടി, പുന്നപ്ര സൗത്ത്, പുറക്കാട്, കുമാരപുരം പ്രദേശങ്ങളിലാണ് കള്ളിംഗ് നടത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. നാളെയും മറ്റന്നാളുമായി കള്ളിംഗ് പൂർത്തിയാക്കും. രോഗബാധിത പ്രദേശങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിൽ പക്ഷികളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും വിൽപ്പന നടത്തുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശങ്ങളിൽ ഇറച്ചി, മുട്ട എന്നിവയുടെ വിൽപ്പനയും ആരോഗ്യവകുപ്പ് തടഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ. വാർത്തകൾ പൂർണ്ണമാകണം. നമസ്കാരം.